പെന്തക്കോസ്തു നാടിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ, പിന്മഴ നൽകേണം, മാലിന്യം മാറേണം, നെഞ്ചിനമുണർന്നു വേല ചെയ്യുവാൻ മുട്ടോളമല്ല അരയോളം പോരാ, വലിയൊരു ജീവ നദിയൊഴുക നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവ ഇന്നും തുറക്കുനാഥ. സൈന്യത്താലെയല്ല, ശക്തിയാലെയല്ല, ദൈവത്തിൻ്റെ ആത്മാ ശക്തിയാലത്രേ. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം, ദൈവസഭ പണിയാം. ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിപ്പാൻ ചൈതന്യം നൽകേണം, നവജീവൻ വേണം, നിത്യതയിലെത്തി ആശ്വസിച്ചിടാം. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ വേദഭാഗം 119 സങ്കീർത്തനം 161 മുതലുള്ള ചില തിരുവചനങ്ങൾ. പ്രഭുക്കന്മാർ വെറുതെ എന്നെ ഉപദ്രവിക്കുന്നു, എങ്കിലും നിന്റെ വചനം നിമിത്തം എൻ്റെ ഹൃദയം പേടിക്കുന്നു. വലിയ കൊള്ള കണ്ടു കിട്ടിയവനെ പോലെ ഞാൻ നിന്റെ വചനത്തിൽ ആനന്ദിക്കുന്നു. ഞാൻ ഭോഷ്ക് പകച്ച് വെറുക്കുന്നു. നിന്റെ ന്യായ പ്രമാണമോ എനിക്ക് പ്രിയമാകുന്നു. നിന്റെ നീതിയിലുള്ള വിധികൾ നിമിത്തം ഞാൻ ദിവസം 7 പ്രാവശ്യം നിന്നെ സ്തുതിക്കുന്നു. നിന്റെ ന്യായ പ്രമാണത്തോട് പ്രിയം ഉള്ളവർക്ക് മഹാസമാധാനം ഉണ്ട്. അവർക്ക് വീഴ്ചയ്ക്ക് സംഗതി ഏതും ഇല്ല. യഹോവേ, ഞാൻ നിന്റെ രക്ഷയിൽ പ്രത്യാശ വയ്ക്കുന്നു. നിന്റെ കൽപ്പനകളെ ഞാൻ ആചരിക്കുന്നു. ഹല്ലേലൂയ. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ദൈവവചനത്തിൽ നിന്ന് ഒരു ഭാഗം കൂടി നമുക്ക് നോക്കാം. ദൈവം ആലോചനയിൽ അതിശയവും ജ്ഞാനത്തിൽ ഉത്കൃഷ്ടതയും ഉള്ളവനാകുന്നു എന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 28-ാം അധ്യായം 29-ാമത്തെ തിരുവചനത്തിൽ കാണുന്നു. ദൈവത്തിന്റെ ആലോചന ഒരിക്കലും പരാജയപ്പെടുകയില്ല. മനുഷ്യന്റെ അറിവ് പരിമിതമാണ്. സദൃശവാക്യങ്ങൾ 19-21 മനുഷ്യന്റെ ഹൃദയത്തിൽ പല വിചാരങ്ങൾ ഉണ്ട്, യഹോവയുടെ ആലോചനയോ നിവർത്തിയാകും. മനുഷ്യൻ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു, എന്നാൽ ജീവിതത്തിന്റെ അന്തിമ ദിശ നിശ്ചയിക്കുന്നത് ദൈവമാണ്. അതുകൊണ്ട് നമ്മുടെ പദ്ധതികൾ തകർന്നു പോകുമ്പോൾ ജീവിതം അവസാനിച്ചു എന്ന് കരുതേണ്ടതില്ല. ചിലപ്പോൾ നമ്മുടെ പദ്ധതികൾ തകർന്നത് ദൈവത്തിന്റെ വലിയ പദ്ധതിക്ക് വഴി തുറക്കാൻ ആയിരിക്കും. എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എന്റെ വഴികളും അല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. യെശയ്യാവ് 55:8-9. നാം ആഗ്രഹിക്കുന്ന വാതിൽ ദൈവം അടയ്ക്കുമ്പോൾ ദൈവം നമ്മെ ശിക്ഷിക്കുന്നതല്ല, പലപ്പോഴും നമ്മെ സംരക്ഷിക്കുകയാണ്. നമുക്ക് നഷ്ടമായി തോന്നുന്ന ചില കാര്യങ്ങൾ പിന്നീട് ദൈവത്തിന്റെ കരുതലായിരുന്നു എന്ന് മനസ്സിലാകും. ധൂർത്തപുത്രൻ പിതാവിന്റെ ഭവനം ഓർത്ത് തന്റെ ചിന്തകളിൽ നിന്ന് പിതാവിന്റെ ഇഷ്ടത്തിലേക്ക് മടങ്ങിയപ്പോൾ അവന്റെ ജീവിത പുനഃസ്ഥാപനം ആരംഭിച്ചു. നമ്മുടെ സ്വന്തം വിചാരങ്ങളും ഭയങ്ങളും ആഗ്രഹങ്ങളും ദൈവത്തിന്റെ പാദങ്ങളിൽ സമർപ്പിക്കാം. ജീവിതത്തിന്റെ നിയന്ത്രണം ദൈവത്തിന് വിട്ടുകൊടുക്കാം. പ്രിയരെ, നമ്മുടെ വഴി അവസാനിക്കുന്നിടത്ത് ദൈവത്തിന്റെ വഴി ആരംഭിക്കും. അതിനാൽ നമ്മുടെ പദ്ധതികളേക്കാൾ ദൈവത്തിന്റെ പദ്ധതികൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് ദൈവവചനം വായിക്കുക, പഠിക്കുക, ഗ്രഹിക്കുക, പരിശുദ്ധാത്മാവാകുന്ന ദൈവത്തിന്റെ നിയന്ത്രണത്തെ ജീവിച്ച് ദിനംതോറും പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്നവരായി തീരുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. അതിനായി യേശുവേ, ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്കൊരുമിച്ച് യേശുവിനോട് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ നല്ല ദൈവമേ കർത്താവേ, ഒരിക്കൽ കൂടി അങ്ങയെ നോക്കി സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ആയുസിന്റെ ഒരു ദിനം കൂടി നീട്ടിത്തന്ന കൃപയ്ക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ.
നാഥാ, അടിയങ്ങൾക്ക് ഒരു ദിവസം കൂടി ഈ ഭൂമിയിൽ ദാനമായി തന്നത് ഞങ്ങളുടെ ജീവിതങ്ങളിലെ കുറവുകൾ യേശുവിനോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചുകൊണ്ട് യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നല്ലോ. യേശുവിൻ്റെ രക്തത്താലും വചനത്താലും ദിനംതോറും ഞങ്ങളെ കഴുകണമേ, ശുദ്ധീകരിക്കണം കർത്താവേ. ഈ പാപം നിറഞ്ഞ ലോകത്തിൽ അടിയങ്ങളായിരിക്കുമ്പോൾ പാപം കൂടാതെ വിശുദ്ധിയോടെ നിലനിൽപ്പാൻ ആവശ്യമായ ദൈവകൃപ, പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി അടിയങ്ങളുടെ മേൽ പകർന്നു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നുപ്പാ. ഞാൻ നിങ്ങളെ ഒരു നാൾ കൈവിടുകയില്ല, ഉപേക്ഷിക്കയില്ല എന്ന് അരുളി ചെയ്ത കർത്താവേ, ദിനംതോറും അപ്പൻ്റെ മാർവിൽ ചാരി ഞങ്ങൾ മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. മനുഷ്യർക്ക് അല്പകാലം മാത്രമേ ഈ ഭൂമിയിൽ വാസമുള്ളൂ എന്നറിയുന്ന കർത്താവേ, ഇന്നു മരിച്ചാൽ ഞങ്ങളുടെ ജീവൻ, ഹല്ലേലൂയ, ദൈവദാനമായി നൽകിയ ആത്മാവ് നിത്യജീവനിലെത്തുമോ ഇല്ലയോ എന്നുള്ള ചിന്തയോടെ അനുനിമിഷം നമ്മളായിരിക്കുവാൻ തക്കവണ്ണം എല്ലാ മക്കളെയും അങ്ങ് സഹായിക്കണം. നിത്യജീവനായി ഒരുങ്ങുവാൻ തക്കവണ്ണം ആവശ്യമായ ദൈവത്തിൻ്റെ വചനങ്ങൾ ബാലോദരൻ ദിനംതോറും നൽകി ഞങ്ങളെ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. വിവിധ വിഷയങ്ങളുമായി പ്രാർത്ഥനയിലായിരിക്കുന്ന ഓരോ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. അവരുടെ എല്ലാ വിഷയങ്ങളും സ്തോത്രത്തോടുകൂടെ അപ്പൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു നാഥ. അങ്ങ് ശ്രദ്ധ വെച്ചിട്ട് തക്ക സമയം മറുപടി നൽകി മാനിക്കുന്ന അനുഗ്രഹിക്കുന്ന ദൈവമായിരിക്കാൽ നന്ദി പറയുന്നു. സകല ജനവും നിത്യജീവന് വേണ്ടി ഒരുങ്ങുവാൻ ദൈവം സഹായിക്കണം. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും അവൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനമെന്ന് ദൈവത്തിൻ്റെ വചനം ചോദിക്കുമ്പോൾ, ദൈവദാനമായി നൽകിയ ആത്മാവിനെ നഷ്ടമാക്കാതെ നിത്യജീവന് വേണ്ടി ഒരുങ്ങുവാൻ, അനേകരെ നിത്യജീവനോട് ഒരുക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണം. കുടുംബമായി ദൈവമക്കളായി ദൈവഭയത്തോടെ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിച്ച് നടത്തപ്പെട്ട് നിത്യജീവന് വേണ്ടി ഒരുങ്ങുവാൻ എല്ലാവരെയും അങ്ങ് സഹായിക്കണപ്പാ. അനുഗ്രഹിക്കണം, മാനിക്കണം, കൃപയ്ക്കുള്ളിൽ മറച്ചുകൊള്ളും. യേശു കർത്താവിൻ്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ അയക്കണം നല്ല പിതാവേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. യേശുവിൻ്റെ സമാധാന സകല ഹൃദയങ്ങളിൽ നിറയുമാറാകട്ടെ. ആമേൻ.